കഴിഞ്ഞ മഞ്ഞുകാലത്ത് 1982 ഇറങ്ങിയ ഒരു ബമ്പർ ഹിറ്റ് സിനിമ. ആ സിനിമ മലയാളത്തിന് സമ്മാനിച്ചത് 3 പുതുമുഖങ്ങളെയാണ്. നായകൻ ശേഖർ, നായിക മാളവിക, വില്ലൻ അജയചന്ദ്രൻ. ശേഖർ ഒരു ചോക്ലേറ്റ് ഹീറോ. അധികകാലം നീണ്ടു നിന്നില്ല അയാളുടെ താരജീവിതം. ഇപ്പം മെഡ്രാസിൽ അയാളുടെ ഫാമിലി ബിസിനസ് നോക്കി നടത്തി ജീവിക്കുന്നു. അജയചന്ദ്രൻ നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് മലയാളം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വില കൂടിയ താരം. 50 വയസ്സെത്തിയ കിളവൻ അതിനെയും ചുമന്ന് നടക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഇൻഡസ്ട്രി രക്ഷപ്പെടാത്തത്. ഓ തുടങ്ങി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകാരൻ്റെ ഒരു സർവ്വപുച്ഛം. ഡാ, അങ്ങേര് വെറും ഒരു സ്റ്റാർ മാത്രമല്ല, ഒരു ഗ്രേറ്റ് ആക്ടറും കൂടിയാ. വേറെ ടാലൻസ് ആരും വരാത്തോണ്ടല്ലേ പൊട്ടക്കുളത്തി പൊളവൻ കിങ് കോബ്ര. ഓ വന്നല്ലോ കുറെ അവന്മാര്. എന്നിട്ട് എന്താ വായി? അങ്ങേരാരുടെയും വഴിമുടക്കി നിന്നിട്ടൊന്നുമില്ലല്ലോ. പറഞ്ഞു കൊടുക്കും മോനെ. ഷട്ട് അപ്പ്. അക്കി എന്താ പറഞ്ഞു തുടങ്ങിയത്? ലെറ്റ് ഹിം കംപ്ലീറ്റ്. അജയചന്ദ്രൻ മോസ്റ്റ് ഇൻ ഡിമാൻഡായി നിൽക്കുമ്പോൾ നമ്മൾ, അല്ലെങ്കിൽ പ്രേക്ഷകർ, സിനിമാ ലവേഴ്സ് മറന്നുപോയൊരു പേരാണ് മാളവിക എന്നത്. അവർ ഔട്ടായില്ലേ? അതേ കെവിൻ, അവരിന്ന് സിനിമയിലില്ല, ശരി. പക്ഷെ അവരെങ്ങോട്ട് പോയി, എവിടെ ജീവിക്കുന്നു, അതല്ലെങ്കിൽ അവർക്കിന്നൊരു ജീവിതമുണ്ടോ? ആർക്കും വ്യക്തമായി ഒരറിവുമില്ലാത്ത വിധം അവരെങ്ങനെ സൊസൈറ്റിയിൽ നിന്നും പുറത്തുപോയി. അജയചന്ദ്രനും മാളവികയും വെറും കൊളീഗ്സിൻ്റെതായിരുന്നില്ല അവർ തമ്മിലുള്ള ബന്ധം. അവർ പ്രണയത്തിലായിരുന്നു, വിവാഹിതരായിരുന്നു. അധികകാലം നീണ്ടു നിൽക്കാത്ത ഒരു ദാമ്പത്യം. അവരുടെ കഥയാണ് എൻ്റെ, നമ്മുടെ അടുത്ത സിനിമ. അതാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന തിരക്കഥ. ക്ലൗഡ്സ് എൻഡ്, കഴിഞ്ഞ മഞ്ഞുകാലത്തിൻ്റെ മെയിൻ ലൊക്കേഷൻ. അവിടേക്ക് ഞാൻ നടത്തിയ ഒറ്റയ്ക്കുള്ള യാത്രയിൽ ആ ബംഗ്ലാവും പരിസരവും എന്നോട് പറഞ്ഞു, ഒരു കഥ, ഒരു പ്രണയകഥ ഇവിടെയാണ് തുടങ്ങിയത്. അജയചന്ദ്രൻ തലനിറയെ, ഉടൽ നിറയെ സിനിമയെ മാത്രം പേറി നടന്നവൻ. സ്കൂൾ ഫൈനലിനപ്പുറം വിദ്യാഭ്യാസം തുടരാതെ പോയതിൻ്റെ കാരണവും സിനിമയോടുള്ള ഈ ഭ്രാന്ത് തന്നെ. ഉന്മാദാവസ്ഥയിൽ മനസ്സെത്തിയിരുന്നു ആദ്യ സിനിമയിലേക്കുള്ള ക്ഷണം കിട്ടിയപ്പോൾ. സ്റ്റുഡിയോ മേക്കപ്പ് മാനായ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി യാത്ര പുറപ്പെട്ടു. 10 മണിക്കാ ബസ്. മേക്കപ്പ് മാൻ ചന്ദ്രൻപിള്ള നല്ലതേ പറയിച്ചിട്ടുള്ളൂ. ഒരുപാട് പേരുടെ മുഖത്ത് ചായം പൂശുമ്പോഴും സ്വന്തം ജീവിതത്തിൽ ചായം പൂശിയിട്ടില്ല ഞാൻ. നമ്മുടെ പേരെ പൊങ്ങാവൂ, ആള് പൊങ്ങരുത്. ഇതാണ് ചോറെന്ന് കരുതണം. ആ കൂറ് കാട്ടണം തൊഴിലിനോട്. ഇത് വെച്ചോളൂ, നന്നായി വരും. അഭിനയിക്കാൻ അറിയാമെന്ന ആത്മവിശ്വാസത്തിന് ഒട്ടും കോട്ടമില്ലാതെയാണ് ലൊക്കേഷനിലെത്തിയത്. പക്ഷെ മനസ്സ് വിറച്ചു പോയത് അവളെ കണ്ടപ്പോഴാണ്. മാളവിക, സിനിമയിലെ നായിക. ആദ്യ കാഴ്ചയിൽ തന്നെ ഞാൻ അവളെ പ്രണയിക്കാൻ തുടങ്ങി എന്നതായിരുന്നു സത്യം. സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. വസന്തം തന്ന പാരിതോഷികമെന്ന് പറയാറില്ലേ? നായകനും നായികയ്ക്കുമിടയിൽ അപശകുനമായി വന്നു വീഴുന്ന പ്രതിനായകന്റെ വേഷം എനിക്ക് നന്നായി അവതരിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ കാരണം അവളെ ഒരാൾ തൊടുന്നതും, എന്തിന് സംസാരിക്കുന്നത് പോലും എന്റെ മുഖത്ത് ദേഷ്യം വരുത്തിയിരുന്നു. രാജേഷ് വർമ്മ, എസ്റ്റേറ്റ് മാനേജർ മുകുന്ദവർമ്മയുടെ ബന്ധു. പട്ടണത്തിലെ കോളേജിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. വെക്കേഷനിൽ ഹൈ റേഞ്ച് കാണാൻ വന്നതാണ്. എന്താടി, നിന്റെ കാമുകൻ എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നില്ലേ? ഞാൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കണേ. ആരാ നിങ്ങൾ? എന്ത് വേണം? സുധീർ മേനോൻ. എന്റെ പെണ്ണിന്റെ പുറകെ ഒരുത്തൻ കൂടിയിട്ടുണ്ടെന്ന് കേട്ടിട്ട് ദിവസം കുറച്ചായി. ഒന്ന് നേരിൽ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. കണ്ടു, ബോധ്യപ്പെട്ടു. കുത്തി കീറിക്കളയും സുധീർ. എന്ത് അധികാരത്തിന്റെ പുറത്താണ് മിസ്റ്റർ ഈ അഹങ്കാരം? അധികാരം കാണിച്ചു കൊടുക്കടി, ഇതെന്താണെന്നും ആരണിയിച്ചതാണെന്നും കാണട്ടെ കാമുകൻ. ഒരു വിവാഹമോതിരം ഒന്നിന്റെ അവസാനമല്ല. അധികം വെളസിലെടുത്താലുണ്ടല്ലോ, കൊന്ന് കൊക്കയിൽ തള്ളും രണ്ടിനെയും ഞാൻ. ഒരുത്തനും ചോദിക്കാൻ വരില്ലേ സുധീറിനോട്? ഞാൻ പറയുന്നിടത്ത് നിൽക്കും ഈ ലോകം. എന്റെ തനി നിറം നീ കണ്ടിട്ടില്ല. വെൽ ഡൺ. ലൈറ്റ്സ് ഓഫ്.
ആ ഹീറോയുടെ റോൾ ചെയ്യണ പയ്യനില്ലേ അവൻ വെറും വേസ്റ്റ് ആട്ടോ. പ്രൊഡ്യൂസർ അവന്റെ അച്ഛനെ നിന്ന് കാശ് വല്ലതും മേടിച്ചിട്ടുണ്ടാ? രോമം എഴുന്നേറ്റ് നിന്നുപോയി. എന്തോ ആയിരുന്നു? ഞാൻ മേക്കപ്പ് മാൻ രാമലിംഗത്തിന്റെ കൂടെയുള്ള ടച്ചപ്പ് മൂർത്തി. മൂർത്തി എന്ന് വിളിക്കുന്ന കൃഷ്ണമൂർത്തി അന്നു തൊട്ട് എനിക്കൊപ്പമുണ്ടായാൾ. ജന്മത്തിന്റെ ആരോഹണ അവരോഹണങ്ങളിൽ ഉണ്ട് സാറേ. സിനിമയിൽ ഒരു കസേര സാറിന് ഉറപ്പാ. അകാലത്തിൽ മരണം അപഹരിച്ച സംവിധായകൻ എബി കുരുവിള അജയചന്ദ്രന്റെയും മാളവികയുടെയും അടുത്ത സുഹൃത്തായിരുന്നു. അവരുടെ ആദ്യ സിനിമയിൽ എബി സംവിധാന സഹായിയായിരുന്നു. എബിയുടെ ആദ്യ സിനിമയിൽ അവർ രണ്ടുപേരുമായിരുന്നു നായകനും നായികയും. ഞാൻ എബി കുരുവിളയുടെ വീട്ടിലെത്തി അയാളുടെ മകൻ അപ്പുവിനെ കണ്ടു. നിങ്ങളുടെ സിനിമ ഞാൻ കണ്ടിരുന്നു, നന്നായിരുന്നു. ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തു. എന്റെ സിനിമയിൽ അച്ഛൻ്റെ വഴി താല്പര്യമില്ലാഞ്ഞിട്ടാണോ? താല്പര്യമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹിച്ചിരുന്നപ്പോൾ ആ വഴി ഒരു ഓപ്പണിംഗ് കിട്ടിയില്ല. പിന്നെ പപ്പായുടെ പേരും പറഞ്ഞിങ്ങനെ ചാൻസും ചോദിച്ച് നടക്കുന്നതിനോട് മമ്മായി എതിരായിരുന്നു. പിന്നെ എഞ്ചിനീയറിംഗ് അങ്ങനെ. ബാബു സാറ് കാര്യം പറഞ്ഞിരുന്നല്ലോ അല്ലേ? ഞങ്ങൾക്ക് അമ്മയൊന്ന് കാണാൻ. മമ്മ ഇപ്പം ഇവിടെ ഇല്ല. ഞാനിവിടെ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് മമ്മ അധികം അങ്കിളുടെ കൂടെയാണ്. നമുക്ക് അങ്ങോട്ട് പോയി കണ്ടാലോ? എന്താ? അല്ല, അത് ബുദ്ധിമുട്ടാവുമെങ്കിൽ ഇനി ഒരിക്കൽ ഇങ്ങോട്ട് തന്നെ വരാം. അതല്ല, ഞാൻ ആലോചിക്കുന്നത് ഒരുപക്ഷെ മമ്മയോട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് പപ്പായുടെ ചില കത്തുകളും ഡയറികളൊക്കെ ഇവിടെയുണ്ട്. പപ്പായുടെ ഹാബിറ്റ് തന്നെയായിരുന്നു ഷൂട്ടിംഗ് സ്ഥലങ്ങളിൽ നിന്നും മമ്മായിക്ക് ഓരോ കത്തുകൾ എഴുതുക എന്നത്. അന്നൊന്ന് നടക്കുന്നതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും അതിൽ ഷാർപ്പായിട്ട് എഴുതിയിട്ടുണ്ടാകും. കഴിഞ്ഞ മഞ്ഞുകാലത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ച് എഴുതിയ കത്തുകളിൽ അജയൻ അങ്കിളുടെയും മാളു ആൻറ്റിയുടെയും റിലേഷൻ്റെ നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. പിന്നെ ഡയറികൾ, അതും വളരെ വിശദമാണ്. ഈ കത്ത് ഡയറി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ. അതങ്ങനെ സില്ലി ലവ് ലെറ്റേഴ്സ് ഒന്നുമല്ല, സിനിമ തന്നെയാണ് അതിൽ നിറയെ. പഴയ മിച്ചൽ ക്യാമറ. യെസ്. മമ്മ നിധി പോലെ സൂക്ഷിക്കുന്നതാണ്. പപ്പ പോയതിനു ശേഷം ഇത് വായിച്ചും തൊട്ടും തലോടിയാണ് മമ്മ ജീവിക്കുന്നത്. മനസ്സിലാവും അപ്പു ഇതിന്റെ വില. വിളിക്കും ഇടയ്ക്ക്. ബാംഗ്ലൂർക്ക് പോകുന്നതുവരെ ഞാൻ ഇവിടെ തന്നെ കാണും. ഷുവർ. ഓക്കെ. ഹലോ, ഞങ്ങൾ ഇറങ്ങുന്നു. എന്താ നേരത്തെ? നേരത്തെയോ? മണി 10 കഴിഞ്ഞു. അമ്മ ഇതിനകം 2 പ്രാവശ്യം വിളിച്ചു. ഏത് ലോകത്താ? അജയചന്ദ്രനും മാളവികയും, അവരുടെ കൂടെ ഞാനും. ഗുഡ് നൈറ്റ്. അപ്പൊ ഗുഡ് നൈറ്റ്. കോടമഞ്ഞ് മൂടിയൊരു പകൽ. ഇന്ന് ഷൂട്ടിംഗ് നടന്നതേയില്ല. അജയചന്ദ്രൻ ചെയ്യുന്ന സീനുകളിലെല്ലാം തിളങ്ങുന്നു. ഇയാൾ നാളത്തെ താരം തന്നെയാണ്. മാളവിക പക്ഷേ ഇതൊന്നും എൻജോയ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ആഹാ, എന്നമ്മാ ഷോട്ട് മുടിഞ്ഞതാ? യോ വളർമതി, ബേബിക്ക് ജ്യൂസ് എടുത്തിട്ട് വാ. വേണ്ട, എനിക്ക് വേണ്ട. എന്നമ്മാ, എന്നാച്ച്? ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ല ഇത്. എന്ത്? ഈ ഡാൻസ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന നോൺസെൻസ്. അതിപ്പോ ഡയറക്ടറും ഡാൻസ് മാസ്റ്ററും പറഞ്ഞാൽ നമ്മൾ ചെയ്യണ്ടേ? അമ്മ, 12 വർഷം ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചതല്ലേ ഞാൻ. ഐ ഫീൽ അഷേംഡ്. അത്രയും കാലം സരോജവും പഠിച്ചിട്ടുണ്ട് ഈ പറയുന്ന ക്ലാസിക്കൽ. പക്ഷേ കുടുംബം പോറ്റാൻ വേണ്ടി ഡയറക്ടർമാർ പറയുമ്പോൾ തുണി പൊക്കിയും താഴ്ത്തിയും തുള്ളി കളിച്ചിട്ടുണ്ട് സരോജ ഒരുപാട് കാലം. മക്കളെ, മഹാഭാഗ്യമായി ഇപ്പം തേടി വന്നിരിക്കുന്നത്. ഈ ഒരു ഒറ്റ പടം ഒന്ന് ഇറങ്ങട്ടെ. സ്റ്റാറാ എൻ്റെ കുഞ്ഞ്. എനിക്കാവണ്ട സ്റ്റാർ. അമ്മ, എനിക്ക് പഠിക്കണം. പഠിച്ചിട്ട് എനിക്കിഷ്ടമുള്ളൊരു ജോലി. എനിക്കത് മതി. എന്ത് ജോലിയാ എൻ്റെ മക്കൾ അന്വേഷിക്കാൻ പോകുന്നത്? കിടപ്പാടം വരെ പണയത്തിലാക്കി കുടിച്ചു ചത്തതിൻ്റെ തന്തയുണ്ടാക്കിയ കടങ്ങൾ വീട്ടാൻ നിനക്ക് ഈ പണി തന്നെ വേണം. ഉടയതമ്പുരാനെ മനസ്സ് വിചാരിച്ച് അതങ്ങ് ചെയ്യാൻ നോക്ക്. കൈവെള്ളെ കർപ്പൂരം കത്തിച്ച് മാങ്കാട്ട് ദേവിയുടെ മുന്നിൽ പ്രാർത്ഥിച്ചിട്ടാ സരോജ നിന്നെ കൊണ്ട് ഇറങ്ങിയത്. അടങ്ങി ഒതുങ്ങി പറയുന്ന പണിയെടുത്തോളണം, കേട്ടാടി? എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നു? എല്ലാരും പറയുന്നത് മാളവിക ഈ പടത്തോടെ സൂപ്പർ ആവുന്ന. ഇത് കഴിഞ്ഞാൽ തമിഴ് കയറുമെന്ന് പറയുന്നവരുണ്ട്. ഈ തമിഴ് ഫീൽഡിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിട്ടുന്നതിന് 10 മടങ്ങല്ലേ കാശ്. Look, Mr. Ajayan, when you see somebody alone, you should know that they are alone for a reason which you need not have to know. Please begin to respect a state called privacy.
Now would you please stop all these career cribs and just leave me alone? ഹലോ താങ്ക് യു. Thank you. പാലപ്പൂ ഇതളിൽ വെണ്ണില പുഴയിൽ. കഴിഞ്ഞ മഞ്ഞുകാലത്തിലെ ഈ പാട്ടിന്റെ ഷൂട്ടിനെ കുറിച്ച് എബി കുരുവിളയുടെ ഡയറിയിൽ ഒരുപാട് പേജുകളിൽ കുറിപ്പുകളുണ്ട്. പാട്ടിൽ പ്രത്യക്ഷപ്പെടുന്നത് നായകൻ ശേഖർ ആണെങ്കിലും എല്ലാ ഷോട്ട് എടുക്കുമ്പോഴും ക്യാമറയുടെ പുറകിൽ അജയചന്ദ്രൻ പ്രണയാതുരനായി മാളവികയെ നോക്കി നിപ്പുണ്ടായിരുന്നു എന്നാണ് എബി പറയുന്നത്. പാലപ്പൂവിതളിൽ വെണ്ണില അന്നത്തെ ഹിറ്റ് പാട്ടായിരുന്നു. സകല പോലീസുകാരും പാടിക്കൊണ്ട് നടക്കായിരുന്നു. എന്തൊരാധികാരികത. നിനക്കെന്ന് എത്ര വയസ്സുണ്ടായിരുന്നടാ? അത് വലിയ പ്രായമൊന്നുമില്ലായിരുന്നു, ഒരു 2-3 വയസ്സ് കാണും. നീ കൂടുതൽ എനിക്കൊന്നും വേണ്ട. നിനക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 82-ലാവുമ്പം ഒരു 2 വയസ്സ് കാണും. എനിക്കും അന്ന് 2 വയസ്സ്. അയ്യോടാ ഇള്ള കുട്ടി. നീ എന്ന് ജനിച്ചിട്ടുണ്ടോടി? ഇവളീ ഭൂമിയിലേ ഇല്ലായിരുന്നു. ജയ എന്ന അണ്ടർ പ്രൊഡക്ഷനിലായിരുന്നു. അമ്മയുടെ വയറ്റി 3 മാസം. ഹോ, ശബ്ദം കേട്ടപ്പോ കിടക്കയിൽ പരപുരുഷന്മാര് കയറിയെന്ന് വിചാരിച്ചു. ജയ ഒന്ന് പോയി നോക്ക് പ്ലീസ്. ഇവൾക്ക് വട്ട. കം. കഴിഞ്ഞ മഞ്ഞുകാലം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ മാളവികയുടെ മനസ്സ് തിരിച്ചറിഞ്ഞത് എബി കുരുവിള മാത്രമാണ്. അജയചന്ദ്രൻ എന്ന ആക്ടറിന്റെ ടാലന്റ് തന്നെയാണ് അവരെ ആദ്യം അയാളിലേക്ക് ആകർഷിച്ചതും. ശേഖർ എന്ന മോശം നടന്റെ മുന്നിൽ അയാൾ കൂടുതൽ നല്ല നടനാവുകയും ചെയ്തു. പിന്നെ താൻ എഡ്യൂക്കേറ്റഡ് അല്ല, ദരിദ്രനാണ് തുടങ്ങിയ അജയചന്ദ്രന്റെ കോംപ്ലക്സുകൾ അവർ സ്നേഹിച്ച് മായ്ച്ചു കളയുകയും ചെയ്തു.